ഹലോ ഗെയ്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഒരു ഫേഷ്യലിനെ കുറിച്ചിട്ടാണ്. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് നമ്മുടെ ഫേസിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഫേഷ്യൽ എന്ന് പറയുന്നത് ഫ്രൂട്ടിൻ്റെ ഫേഷ്യലാണ് നല്ലത്. ഇപ്പോൾ ഓറഞ്ച് ആയിക്കോട്ടെ, പപ്പായ ആയിക്കോട്ടെ. ഓറഞ്ച് ആണെങ്കിൽ ഇവിടെ കാലം എനിക്ക് മിഷനിൽ ഡയറക്റ്റായിട്ട് ഓറഞ്ച് വെച്ചിട്ട് ഫേഷ്യൽ ചെയ്യാറുണ്ട്. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ഏറ്റവും നല്ലത് ബെറ്റർ എന്ന് പറയുന്നത് ഫ്രൂട്ട് ഫേഷ്യലാണ്. ഇവിടെ ഇപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പപ്പായ ഫേഷ്യലിനെ കുറിച്ചിട്ടാണ്. ഈ പപ്പായ ഫേഷ്യൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഇപ്പോൾ ഞങ്ങളുടെ പാർലറിൽ പപ്പായ ഫേഷ്യൽ ചെയ്യാൻ വരുന്ന കസ്റ്റമറിന് ഒരു ടാൻ റിമൂവൽ പാക്ക് കൂടെ ഇതിൻ്റെയോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട്. അതിപ്പം ടാൻ റിമൂവൽ പാക്ക് ഇതിൻ്റെ ആഡ് ചെയ്യണമെന്ന് വെച്ചാൽ കരിവാളിപ്പ്, മുഖത്തുള്ള ഈ കരിവാളിപ്പൊക്കെ ഒന്ന് മാറാൻ നല്ലതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നല്ലൊരു ഗ്ലോ ഫേസിലുണ്ടാവും. പിന്നെ ഈ ഫേഷ്യലാണ് ഏറ്റവും നല്ലത്. മന്ത്ലി ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ മസാജ് ചെയ്യുന്നതോടൊപ്പം ഫേസിൽ നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. മന്ത്ലി ഒരു ഫേഷ്യൽ ചെയ്യുന്നത് നല്ലതാണ്. കൂടുതലും ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഫുഡ് ഫേഷ്യൽസാണ് നല്ലത്. ഈ ഫേഷ്യൽ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും. ഇപ്പോഴത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ഫേഷ്യലാണ് വേണ്ടത്. ഫുഡ് ഫേഷ്യൽ